റഷ്യയും അമേരിക്കയും ശത്രുപക്ഷത്താണ്. എന്നിട്ടും അലാസ്കയിലെത്തിയ ശത്രു രാജ്യത്തിന്റെ തലവനെ അമേരിക്ക വരവേറ്റത് പരവതാനി വിരിച്ച് വമ്പൻ സന്നാഹങ്ങളോടെയാണ്. പുഞ്ചിരിച്ച് കൈകൊടുത്ത പുടിനും ട്രംപും ചർച്ച തുടങ്ങിയപ്പോൾ ലോകത്തെ നിരവധി പ്രശ്നങ്ങൾ ഒറ്റ സമയം കൊണ്ട് അവസാനിച്ചു എന്ന പ്രതീക്ഷയായിരുന്നു ലോകത്തിന്. പുടിന്റെ ആ ഗോൾഡൻ ഷേക്ക് ഹാൻഡിൽ ട്രംപിന്റെ ഈഗോ ഇളകിയെന്ന് ശരീരഭാഷാ വിദഗ്ധർ പറയുന്നു. ട്രംപിന്റെ വാഹനമായ ബീസ്റ്റിൽ പുടിൻ യാത്ര തുടർന്നതും ശ്രദ്ധേയമായി. പുടിനെ ട്രംപ് വരവേറ്റത് ട്രംപ് ആസൂത്രണം ചെയ്ത ഞെട്ടിക്കുന്ന പവർ പ്ലേയിലെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ പരേഡോടുകൂടിയാണ്. നേരത്തെ അലാസ്കൻ നഗരമായ ആങ്കറേജിലെ ജോയിന്റ് ബേസ് എൽമെൻഡോർഫ് റിച്ചാർഡ്സൺ സേനാ താവളത്തിലെത്തിയ ഇരുവരും ഹസ്തദാനം ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇരുവരും ട്രംപിന്റെ വാഹന വ്യൂഹത്തിന് നേരെ നടക്കവേ ഒരു B-2 ബോംബറും 4 F-35 ഫൈറ്റർ ജെറ്റുകളും ആകാശത്തേക്ക് പറന്നുയർന്നു. ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നായ B-2 ബോംബറിന്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും അപ്രതീക്ഷിത ശബ്ദവും കാഴ്ചയും പുടിനെ ഞെട്ടിച്ചു. അദ്ദേഹം നടത്തം നിർത്തി ആകാശത്തേക്ക് നോക്കി. എന്നാൽ ട്രംപ് ഈ സൈനിക പ്രകടനത്തിൽ ഒരു കൂസലുമില്ലാതെ കൈയടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ട്രംപിന്റെ വാഹനമായ ബീസ്റ്റിൽ പുടിൻ യാത്ര തുടർന്നത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. സാധാരണ സ്വന്തം വാഹന വ്യൂഹത്തിൽ യാത്ര ചെയ്യുന്ന പുടിൻ ട്രംപിനൊപ്പം വാഹനത്തിൽ ചിരിച്ച മുഖത്തോടെയാണ് നീങ്ങിയത്. യുക്രൈനിലെ രക്തരൂക്ഷിതമായ യുദ്ധത്തിന് അന്ത്യം കാണാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാനാണ് ട്രംപും പുടിനും അലാസ്കയിൽ കണ്ടുമുട്ടിയത്. ചർച്ചയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US അംബാസഡർ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. ചർച്ചയിൽ ധാരണയിലെത്താനായില്ല എങ്കിൽ അതിവേഗം ഉച്ചകോടിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ട്രംപ് നേരത്തെ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. ചർച്ച പ്രതീക്ഷ നൽകുന്നത് എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഉച്ചകോടിയിൽ അന്തിമ തീരുമാനമുണ്ടായില്ല. ലോകരാഷ്ട്രീയത്തിലെ അതിശക്തനായ നേതാവായി അറിയപ്പെടുന്ന പുടിൻ ട്രംപിന്റെ ഈ തന്ത്രപരമായ സൈനിക നീക്കത്തിൽ ഒരു നിമിഷത്തേക്കെങ്കിലും പതറിപ്പോയത് നിരീക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. കരുത്തിന്റെയും പ്രവചനാതീതത്വത്തിന്റെയും പ്രതിച്ഛായയുള്ള പുടിൻ ട്രംപിനെയും സൈനിക നീക്കങ്ങൾ ഞെട്ടിച്ചു എന്നതാണ് വസ്തുത. കനത്ത സുരക്ഷാ വലയത്തിലാണ് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത്. ചർച്ച നടക്കുന്ന മുറിക്കുപുറത്ത് തുല്യ എണ്ണം US റഷ്യൻ സുരക്ഷാ ഏജന്റുകൾ നിലയുറപ്പിച്ചിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാനവാദം തുറന്നേക്കുമെന്ന പ്രത്യാശയോടെ പുറപ്പെടും മുൻപ് ഏറെ നിർണായകമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ചർച്ച അനുകൂലമല്ലാതിരിക്കാനുള്ള സാധ്യത 25% ഉള്ളൂവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന നിലവിൽ US സംസ്ഥാനമായ അലാസ്കയിലേക്ക് വാഷിംഗ്ടണിൽ നിന്ന് 7 മണിക്കൂർ യാത്രയുണ്ട്. 6 വർഷത്തിനു ശേഷമാണ് ട്രംപും പുടിനും നേരിൽ ചർച്ച നടത്തുന്നത്. റഷ്യയുടെ കര അതിർത്തിയിൽ നിന്ന് ബെറിംഗ് കടലിടുക്ക് വഴി അലാസ്കയിലേക്ക് 90 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പഴയ സോവിയറ്റ് യൂണിയനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് USSR എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർഗയി ലാവ്റോവ് അലാസ്കയിലെത്തിയത്. 1922 മുതൽ 1991 വരെ USSRന്റെ ഭാഗമായിരുന്നു യുക്രൈൻ. റഷ്യൻ സാമ്രാജ്യം വിപുലീകരിക്കുക എന്ന പുടിന്റെ ഗ്രേറ്റർ റഷ്യ അജണ്ടയുമായി ചേർത്ത് വായിക്കേണ്ട പ്രകോപനപരമായ സൂചനയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഊർജ്ജസ്വലമായ ശ്രമമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് പുടിൻ ബുധനാഴ്ച ട്രംപിനെ പുകഴ്ത്തിയിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പുടിന്റെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. US-ലേക്ക് 10 വർഷത്തിനിടെ ആദ്യത്തേതും. യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനാൽ സഖ്യകക്ഷികളായ രാജ്യങ്ങളില്ലാതെ പുടിൻ പോയിട്ടില്ല. ട്രംപും പുടിനും ഉപദേശകരില്ലാതെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ചർച്ച പൂർണ്ണമായും വിജയമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും അനുരഞ്ജന ശ്രമങ്ങൾ പൂർണ്ണമായും പാളിപ്പോയില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യക്കും അതിനിർണായക നിമിഷങ്ങളായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്ന് വേണം പറയാൻ. ചർച്ചയുടെ ഗുണം തീരുവ ഉയർത്തുന്ന കാര്യത്തിൽ പുനർചിന്തനത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യക്കും ഇനി ആശ്വസിക്കാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച